അദ്ദേഹത്തിന്റെ പരാതിയുടെ സ്വഭാവം എന്താണെന്ന് ആ എഫ്ഐആറിന്റെ ഭാഗം അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിക്കാൻ എന്താ അദ്ദേഹത്തിന് ഏത് കേസിൽ അറസ്റ്റ് ചെയ്തത്? എന്തായിരുന്നു പരാതിയുടെ സ്വഭാവം? അത് രാഷ്ട്രീയ സംഘർഷവുമായി ബന്ധപ്പെട്ട പരാതിയാണോ? അത് KSUക്കാരുമായി ബന്ധപ്പെട്ട പരാതിയാണോ? നിങ്ങൾക്ക് മർദ്ദനമേറ്റെങ്കിൽ നിങ്ങൾ പിന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ ഒരു പരാതി കൊടുത്തിട്ടില്ല? അത് നിങ്ങൾ പരാതി കൊടുത്തോ? അതും പൂഴ്ത്തി വെച്ചോ? എന്തുകൊണ്ട് CCTV ദൃശ്യങ്ങൾ നിങ്ങൾ വാങ്ങിയില്ല? 10 കൊല്ലക്കാലം നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ പിന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് നിങ്ങൾ പരാതി കൊടുത്തോ? നിങ്ങൾ കോടതിയിൽ നേരിട്ട് CMP കൊടുത്തോ? നിങ്ങൾ DGPക്ക് പരാതി കൊടുത്തോ? നിങ്ങൾ ഈ പറയപ്പെടുന്ന മധുപാൽ എന്ന് പറയപ്പെടുന്ന മധുപാൽ എന്നല്ലേ പേര്? മധുപാൽ എന്ന് പറയപ്പെടുന്നവൻ ഇപ്പോ DYSP ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സംരക്ഷിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു മന്ത്രിയാണോ? എന്താണ് മധുബാബു? മധുബാബുവിനെ സംരക്ഷിക്കുന്ന ആരാ? നിങ്ങളുടെ മന്ത്രിയാണോ? അതേ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉമറന്മാരോ? അന്വേഷിക്ക്. 10 കൊല്ലക്കാലം നിങ്ങൾ DGPയെ കുറ്റപ്പെടുത്തിയല്ലോ. ഏത് DGPയാ? ബഹ്റയാണോ? അതേ കൂത്തുപറമ്പ് രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കേസിൽ പരാമർശിക്കപ്പെട്ട രവാഡയാണോ? ആരാണ് നിങ്ങളുടെ പരാതി പൂഴ്ത്തിയത്? UDF സർക്കാരിന്റെ DGP അല്ലല്ലോ. നിങ്ങൾ തന്നെ ഇപ്പോ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ മെസ്സേജ് വരുന്നുണ്ട്, പിണറായിയെ കയറ്റിപ്പറ, പിണറായിയെ കുറിച്ച് നന്നായിട്ട് 2 വാക്ക് പറ, നാളെയും പാർട്ടി നിൽക്കട്ടെ. നിങ്ങളൊരു അടിമയെ പോലെയാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിച്ചത്. പരാതിക്കാരനെന്ന സ്റ്റാറ്റസ് മാറി പോലീസിന്റെ സംരക്ഷണമായിട്ടാണ് നിങ്ങൾ സംരക്ഷിച്ചത്. നിങ്ങളിപ്പോ സംരക്ഷിച്ചത് പരാതിക്കാരൻ എന്ന സ്റ്റാറ്റസ് ഒക്കെ മാറി. പരാതിക്കാരൻ എന്ന് പറയുന്ന സ്റ്റാറ്റസ് മാറിയിട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പൊ അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ ഇരുന്നോട്ടെ. പരാതി ഇടതുപക്ഷത്തിന്റെ സംഘടനാ നേതാവ് എഴുതി കാണിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതി കാണിക്കും. അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ്. ഞാൻ പറയട്ടെ സാർ, ഞാൻ പറയട്ടെ. എന്റെ പരാതി പൂഴ്ത്തി വെച്ചു ആര്? പിണറായി സർക്കാരിന്റെ പോലീസ്. എന്റെ കേസിൽ അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി ആര്? DGP ഓഫ് ദ പിണറായി വിജയൻ. എന്റെ കേസിൽ 10 കൊല്ലക്കാലം നീതി കിട്ടിയില്ല. എവിടെ നിന്ന്? DGP ഓഫ് ദ പിണറായി വിജയൻ. എന്റെ കേസിൽ തുടർ നടപടികൾ ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ട് ഞാൻ കുത്തിയിളക്കി. ആരുടെ കാലത്ത്? പിണറായി വിജയന്റെ പോലീസ് 10 കൊല്ലക്കാലം. എന്റെ പൊന്നു സഹോദര, ഇതാണ് നിങ്ങളുടെ പിണറായി വിജയന്റെ പോലീസ്. ഏത് കുഴപ്പം പിടിച്ചവനെയും, അത് UDFന്റെ കാലത്ത് കുഴപ്പം പിടിച്ചവനായിരുന്നാലും ശരി, LDFന്റെ കാലത്ത് കുഴപ്പം പിടിച്ചവനായിരുന്നാലും ശരി, രാഷ്ട്രീയത്തിന്റെ നിറം നോക്കി സംരക്ഷിച്ച് DYSP ആയിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. എടുത്ത് കളയാൻ പറ. ആര് വരും അദ്ദേഹത്തിന്റെ വക്കാലത്ത് പിടിച്ചുകൊണ്ട്? ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ സുജിത്തിനെ മർദ്ദിച്ചവർ, ഞങ്ങളുടെ സുജിത്തിനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് പോയവരെ സംബന്ധിച്ച് നിങ്ങളുടെ പോലീസ് എഴുതി വെച്ച ACP സേതു എഴുതി വെച്ച റിപ്പോർട്ടിലെ മുഴുവൻ ഭാഗങ്ങൾ വായിക്കണം. CCTV ഇല്ലാത്ത കൊണ്ടുപോയ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു പാവം നമ്പൂതിരി കുട്ടിയുടെ കാൽവെള്ള അടിച്ച് പൊട്ടിച്ച് ക്രൂരമായി ഉപദ്രവിച്ചവന്മാരെ സർവീസിൽ നിന്ന് പുറത്തെറിയണം. 1 മിനിറ്റ് പോലും യൂണിഫോം എടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞല്ലോ 156 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കിയെന്ന്. തന്റെ ഇടം കാണിക്കുക. ഒരു പാവം സാധുവായ ഒരു സഹോദരനെ ഇല്ലാത്ത കേസ് ചമച്ച് കോടതിയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുമ്പിൽ അദ്ദേഹം പരാതി പറഞ്ഞപ്പോ തുണിയടിച്ച് നോക്കിയപ്പോഴാണ് ശരീരം മുഴുവൻ മർദ്ദനത്തിന്റെ പാടുകൾ, കാൽവെള്ളം മുഴുവൻ നീര്, ശരീരത്തിന്റെ കേന്ദ്രഭാഗങ്ങളിൽ മുഴുവൻ നീര്, അടിച്ചൊടിക്കപ്പെട്ടു എന്ന് കണ്ടു. ചോദിച്ചു മദ്യപിച്ചിട്ടുണ്ടോ? കേസ് എന്താണ്? 15C അബ്കാരി. പൊതു സ്ഥലത്ത് മദ്യപിച്ചു. കേസിൽ അദ്ദേഹം ഉടൻ തന്നെ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുത്തപ്പോഴോ അദ്ദേഹത്തിന്റെ രക്തത്തിൽ, അദ്ദേഹത്തിന്റെ ബ്ലഡിൽ മദ്യത്തിന്റെ അംശമില്ല. അപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞു. സ്വകാര്യമായി പരാതി എഴുതാൻ പറഞ്ഞു. പരാതി രേഖപ്പെടുത്തി. ഇല്ലായിരുന്നെങ്കിലോ? സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇനി മുതൽ CCTV ദൃശ്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോ BJP സർക്കാർ ഇലക്ഷൻ കമ്മീഷന്റെ വീഡിയോയാണ് 48 മണിക്കൂർ കൊണ്ട് ഡിലീറ്റ് ചെയ്തതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ എഴുതി വെച്ചോ, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസ് പിടിക്കുന്ന കാലത്തോളം CCTV ദൃശ്യങ്ങൾ എത്രയും പെട്ടെന്ന് മാഞ്ഞു പോകും. എനിക്ക് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ചടഞ്ഞിരിപ്പുണ്ടല്ലോ കേരളത്തിൽ, ഞങ്ങളുടെ നികുതി പണം കൊണ്ട് തിന്നു കൊടുത്തുകൊണ്ട്. CCTV ആറ്റി നടത്തണം. നിങ്ങൾ CCTV ആറ്റി നടത്തണം. എല്ലാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റികൾ ഇവിടെ പരാതിയുമായി പാർട്ടിയില്ലാത്തവരായാലും അവർക്ക് നീതി കിട്ടണം. പട്ടാളക്കാരനെ ക്രൂരമായി ചവിട്ടി അരച്ചതിന് ശേഷം, പോലീസുകാർ വട്ടം കൂടി നിന്ന് അടിച്ചുടച്ചതിന് ശേഷം, ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന് പറയുന്ന കള്ളക്കേസിൽ കുടുക്കി തെളിയാത്ത 2 കേസ് കൂടി വെച്ചുകൊടുത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെയും പീഡിപ്പിച്ച കേസാണ് ഞാൻ എടുത്ത് അങ്ങോട്ട് വെച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാനാണ്. നേരത്തെ ബഹുമാനായ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞത് കേട്ട്
ആഭ്യന്തരമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരിയാണ് സാർ, ആഭ്യന്തരമന്ത്രിക്ക് എല്ലാ കാര്യത്തിലൊന്നും കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല, പക്ഷേ പൂഴ്ത്തിവെക്കാൻ പറ്റില്ലേ? ഇവിടെ ശ്രീ SFI നേതാവ് ശ്രീ അടൂർ പ്രകാശിനെ കോട്ട് ചെയ്ത് പറഞ്ഞു. അതിന്റെ പുറകിൽ ഇനി SFI നടത്തിയ ജീവരക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ള കാര്യം ഞാൻ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അന്യായമായ എന്തെങ്കിലും തരത്തിലുള്ള പോലീസ് അട്രോസിറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ന്യായീകരിക്കേണ്ട ബാധ്യത എനിക്കില്ല. പക്ഷേ ഞാൻ പറയട്ടെ, LDF കാലമാണ് ഇന്ന്, ശരി. പക്ഷേ UDF കാലത്തും ഇവിടെ പോലീസ് അട്രോസിറ്റീസ് നടന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ മർദ്ദനങ്ങളും അകാരണമായ പീഡനങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം എന്ന നിലയ്ക്ക് പരിഗണിക്കാം നമുക്ക് അദ്ദേഹത്തെ. ഇപ്പോ നിങ്ങൾ ആരെയാണ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പൂശുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ നിഷ്പക്ഷനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പക്ഷേ ഇമാതിരി പണിയെടുത്ത പോലീസുകാർക്ക് രാഷ്ട്രീയ തണൽ കിട്ടിയിട്ടുണ്ട്. അതിപ്പോ നിങ്ങളിപ്പോ ഭരണത്തിൽ ഇവരെയൊക്കെ ആരെയാ സംരക്ഷിച്ചത്? ഒന്ന് റാഷിദേ, നിഷ്പക്ഷനാവുന്നതും ബാലൻസ് ചെയ്യുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. അവരുടെ കാര്യത്തും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്ന് വരുത്തി തീർത്ത് നിഷ്പക്ഷതയുടെ വേലം കഴിക്കുന്നതൊക്കെ നല്ല തന്നെ. അത് നടത്തിക്കോളൂ. ഞാൻ തർക്കത്തിലില്ല. പക്ഷേ ഈ പറയപ്പെടുന്ന SFI നേതാവ് പറയപ്പെട്ട DYSP മധു ബാബു ഇന്ന് ആലപ്പുഴയിലെ സുപ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ DYSP ആയിട്ടിരിക്കുന്നുണ്ട്. ആരാ കൊണ്ടുവന്ന് ഇരുത്തിക്കുന്നത്? ആരാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്? ഈ പരാതിക്കാരൻ കൊടുത്തു എന്ന് പറയപ്പെടുന്ന കേസ് 10 കൊല്ലക്കാലം പിടിച്ചു വെച്ചതാരാ? ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചതാരാ? അദ്ദേഹത്തിന് വേണ്ടി ഇടപെട്ട ഇടതുപക്ഷത്തിലെ ഒരു ജില്ലയിലെ പ്രമുഖ നേതാക്കന്മാർ ആരാണ്? ഞാൻ പേര് വിളിച്ചു പറയണോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൂടി സമ്മതിക്കണം. UDFന്റെ കാലത്ത് അട്രോസിറ്റി ചെയ്തവരെയും ചുമക്കുന്നവരാണ് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരെന്ന് നിങ്ങൾ സ്വയം സമ്മതിച്ച് നാറാൻ വേണ്ടി നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നോക്കിയോ, ഇതിപ്പോ കുറെ പരാതിക്കാർ വന്നിട്ട് പരാതികൾ തുറന്നു പറയാനെങ്കിൽ തയ്യാറായി. എന്തുകൊണ്ടാണ് പരാതി തുറന്നു പറയാൻ തയ്യാറായത്? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുജിത്ത്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ വർഗീസ് എന്ന് പറയപ്പെടുന്ന ഒരു തീപ്പൊരിയായ നേതാവും കൂടി ഇറങ്ങി തിരിച്ചില്ലായിരുന്നെങ്കിലോ? ആരാ സുജിത്ത്? ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്ന ഒരു പൂജാരിയാണ്. അദ്ദേഹം എപ്പോഴൊക്കെയോ ദൈവത്തിന് അർപ്പിച്ചു കൊടുത്ത പൂക്കളും പൂജാദ്രവ്യങ്ങളും ഏതോ ദൈവം പ്രസാദിച്ചു വെച്ചതിന്റെ അടയാളമാണ്, ബാക്കി പത്രമാകാം ഒരുപക്ഷെ CCTV ആയി അത് അവതരിച്ചത്. ഒരു നുഹ്മാനെയും സംരക്ഷിക്കാൻ ഒരു കാലത്തും ഞങ്ങൾ തയ്യാറാവാൻ പാടില്ല. ഇവിടെ പിന്നെ എന്റെ കയ്യിൽ ശ്രീ DYSP അസിസ്റ്റന്റ് കമ്മീഷണർ സേതു ഈ പറയപ്പെടുന്ന നമ്മുടെ സുജിത്തിന്റെ കേസിൽ കസ്റ്റോഡിയൽ നടത്തുന്ന ഏറ്റവും വലിയ ക്രൂരമായ പീഡനങ്ങളെ സംബന്ധിച്ച് എണ്ണി ആരെല്ലാം എന്തെല്ലാം തരത്തിൽ ഉപദ്രവിച്ചു, CCTV ഇല്ലാത്ത സ്ഥലത്തേക്ക് ചൂരൽ കൊണ്ടുപോയി മർദ്ദിച്ചതുൾപ്പെടെയുള്ള ആരൊക്കെ ചെയ്തു എന്നും GD ചാർജിൽ നിന്നിരുന്ന ശശിധരൻ എന്ന് പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ GD ചാർജിൽ ഇരുന്നു കൊണ്ട് കൃത്രിമ രേഖ തയ്യാറാക്കി പോലീസിന്റെ വകുപ്പിൽ പോലീസിന്റെ ഡ്യൂട്ടിക്ക് തടസ്സം ചെയ്തു എന്ന കൃത്രിമ രേഖ GD ചാർജിൽ എഴുതി വെച്ച കൃത്രിമ രേഖ ഉൾപ്പെടെ ഉണ്ടാക്കി അദ്ദേഹത്തെ കുടുക്കാൻ ശ്രമിച്ച ആളുടെ സംരക്ഷിക്കുന്ന സമീപനമല്ലേ ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ശശിധരൻ എന്ന് പറയുന്ന പോലീസുകാരനെതിരായി നടപടിയെ വേണ്ട എന്ന് ശുപാർശ ചെയ്ത് കൊടുത്തില്ലേ നിങ്ങളെല്ലാവരും? ഇനി ഇന്നിപ്പോ പീച്ചിയിൽ സംഭവിച്ചെന്താ? ശരി, പീച്ചി സംഭവത്തിന് മുമ്പ് നെടുമ്പനയിൽ നിങ്ങൾ വല്ല കാര്യം പറയുന്നതുകൊണ്ട് പറയാണ്. ഇവിടെ SFI നേതാവൊക്കെ പ്രകോപിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലെ നെടുമ്പനയിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ഒരു കുടുംബ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണ്, ജയചന്ദ്ര സാർ കേൾക്കണം കേട്ടോ, ഒരു കുടുംബ പരാതി പറയുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ കോളറിന്റെ കുത്തി ചവിട്ടിയെടുത്ത് പുറത്തിട്ടു. അയാൾ ഇന്നലെ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ അധികാരത്തിന്റെ കൂടി ഭാഗമായി എന്നെ കഴുത്തിന് കുത്തി പുറത്തിട്ട് ചവിട്ടിയെന്ന് പത്രക്കാരോട് പറയുമ്പോ ലോക്കൽ കമ്മിറ്റിയിലെ സഹാക്കന്മാർ പാർട്ടിയുടെ തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വായ പൊത്തിപ്പിടിക്കുന്ന ചിത്രം ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ വൈറലായി പോയില്ലേ? ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് പോലും ശബ്ദിക്കാൻ കഴിയാത്തവണ്ണം ഇവിടെ പോലീസ് അട്രോസിറ്റിയാണ് എന്ന് പറഞ്ഞു വന്നാൽ യൂത്ത് കോൺഗ്രസ്സുകാരനും മുസ്ലിം ലീഗുകാരനും പാർട്ടി ഉള്ളവനും പാർട്ടി ഇല്ലാത്തവനും ഇത് സാധാരണക്കാരായ പാവങ്ങൾക്കും എന്തെങ്കിലും നീതി കിട്ടുമോ? ഇന്നിപ്പോ പീച്ചിയിൽ നടന്നത് എന്താണ്? പീച്ചിയിൽ ഒരു ഹോട്ടൽ ഉടമയുടെമായി ബന്ധപ്പെട്ട് മാനേജരെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ക്രൂരമായി മണ്ടക്കടിക്കുന്നു. അടിച്ചിട്ട് പോക്സോ കേസിൽ പെടുത്തുമെന്ന് പറയുന്നു. കൈക്കൂലി ചോദിച്ചതായിട്ടുള്ള ആരോപണം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. എന്നിട്ട് ആ പറയപ്പെട്ട CI ആ പീച്ചിയിലെ SI രതീഷ് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം കൊടുത്ത സർക്കാരാണ് ഈ സർക്കാർ. പീച്ചി സംഭവം എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? നിങ്ങൾ പറ. ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ല. നിങ്ങൾ നോക്ക്,
യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് ദുൽഖഫിൽ വൺ വേ തെറ്റിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കേസെടുത്തു. അദ്ദേഹത്തിനെ കൊണ്ടിട്ട് പീഡിപ്പിച്ചു. കേസും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും ഇന്നലെയും ഇന്നുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആര് സമാധാനം പറയും? ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചത് കൊട്ടിയത്ത് സുജിത്ത് എന്ന് പറയപ്പെടുന്ന ഒരു SI ഒരു ജവാനെ പിടിച്ചിട്ട് ചവിട്ടി ഉരുട്ടുന്ന ചിത്രം, അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ പിതാവിനെയും കള്ളക്കേസിൽ കുടിക്കിയ ചിത്രം ഉൾപ്പെടെ ഞാൻ വീഡിയോ ഉൾപ്പെടെ നിങ്ങളെ കാണിച്ചു. എന്താണ് പോലീസിന് പറയാനുള്ളത്? നിങ്ങൾ മുമ്പിനാലെ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ കാലത്തും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ശരി, അങ്ങനെ നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അറിയാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചിലപ്പോൾ അപേക്ഷ നടന്നിരിക്കും. ഞങ്ങൾക്കാരെയും സംരക്ഷിക്കേണ്ട സാർ? നിങ്ങൾ അന്വേഷിച്ചോ? ആ പോലീസുകാർ ഇപ്പോഴും സർവീസിലുണ്ടെങ്കിൽ നടപടിയെടുത്തോ? ഒരു കോൺഗ്രസ്സുകാരൻ നിങ്ങളെ സംരക്ഷിക്കാൻ വരുന്നില്ല. പക്ഷെ അപ്പോഴും എങ്ങണ്ടിയൂരിലെ, തൃശ്ശൂരിലെ എങ്ങണ്ടിയൂരിലെ വിനായകനും ഇവിടെ ഈ പിന്നെ 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 പുല്ലൂരിന്റെ അടുത്തുള്ള കെവിനും ഞങ്ങളുടെ പരവൂരില് അടിച്ച് പിന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അടിച്ചു കൊന്ന് അടക്കം ചെയ്ത സഹോദരന്റെ ഉൾപ്പെടെയുള്ളവരുടെ ചരിത്രം നിങ്ങൾക്കെതിരായി ഈ സർക്കാരിന്റെ കാലത്തുള്ള നിങ്ങൾക്കെതിരെ പൊന്തി വരും. ഞാൻ പ്രൊഫസറായില്ലേ, ഒരു കാസ് ഇങ്ങോട്ട് ചൂണ്ടിയാൽ 11 പൊന്തി വരികയാണ്. എങ്ങനെയാണ് പോലീസിന് ഇത്തരത്തിൽ അട്രോസിറ്റി കാണിക്കാൻ പറ്റുക? നിങ്ങൾ നോക്ക്, തിരുവനന്തപുരത്ത് AIG പിന്നെ പോയ ഒരു വാഹനം, അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു വാഹനം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ തട്ടിയിട്ടു. അന്യസംസ്ഥാന തൊഴിലാളിക്കെതിരായി FIR ഇട്ടു തിരുവനന്തപുരത്ത്. അവസാന വിവാദമായി. അന്യസംസ്ഥാന തൊഴിലാളി ICUവിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കി. ഏറ്റവും അവസാനം ആ പോലീസ് ഡ്രൈവർക്കെതിരായി FIR പിന്നീട് തിരുത്തേണ്ടി വന്നു. മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണം തിരുത്തേണ്ടി വന്നു തിരുവനന്തപുരത്ത്. നിങ്ങൾക്കറിയാം, തിരുവല്ലയിൽ ഒരു മുൻ SP വളരെ പിന്നെ സഹപ്രവർത്തകരായ പോലീസുകാർക്ക് ചില മെസ്സേജുകൾ അയച്ചു. മെസ്സേജുകളുടെ സ്വഭാവം ഞാനിവിടെ പറയുന്നില്ല. ആ പിന്നെ SPയെ സംരക്ഷിച്ചു. എന്നാൽ ഒരു പോലീസുകാരൻ, പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസുകാരൻ ആർക്കോ ഒരാൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കർ എന്ന് പറയപ്പെടുന്ന ഒരാളിനെ ഇന്നലെ പിടിച്ചു. എന്താ അവന്റെ പണി? ആലപ്പുഴ എന്ന എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് സകലമാന ബാറുകളിൽ കയറി പിരിച്ച് 50,000-ൽ കൂടുതൽ രൂപയും നിരവധി വിദേശ നിർമ്മിത മദ്യക്കുപ്പികളുമായി ഇന്നിപ്പോ സ്ക്വാഡ് പിടിച്ചു. എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് പിടിച്ചു. പിടിച്ചില്ലെങ്കിലോ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 2-3 നേതാക്കന്മാരുടെ അടുത്ത ആളാണ് ഈ ശങ്കർ. എന്ത് ചെയ്യാനുണ്ട്? ഇന്ന് മാധ്യമങ്ങളിൽ ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് കൊടി സുനി TP ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വെട്ടിക്കൊന്ന് ഇരട്ട ജീവപര്യന്തത്തിൽ ജയിലിൽ കിടക്കുന്ന കൊടി സുനിയെ പുറത്തു കൊണ്ട് നിർത്തിയിട്ട് പോലീസുകാർ വളഞ്ഞു നിന്നുകൊടുത്ത് മദ്യപിക്കാൻ അവസരം കൊടുത്ത് ഒഴിച്ചു കുടിക്കുന്ന രംഗം നിങ്ങൾ കേരളത്തിൽ കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ? കണ്ടില്ലേ? ഒറ്റപ്പെട്ട സംഭവമാണോ? ഇതിനൊക്കെ എല്ലാ ധൈര്യം എങ്ങനെ കിട്ടി? അടിച്ചു മണ്ടയടിച്ചു പൊട്ടിക്കുന്ന കമ്പിപ്പാരയുമായി പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട്, പോലീസ് ആക്ട് ലംഘിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന പ്രവർത്തകന്റെ മണ്ടയടിച്ചു പൊട്ടിക്കുന്ന ഗൺമാനെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ദൗത്യം, ആ ദൗത്യം ഉള്ളിടത്തോളം ഏമാൻ എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തുമാകാം. എന്താണ് ആ ധൈര്യമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉദാഹരണങ്ങളാകുമ്പോൾ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ ഷഫീർ, പൂർത്തീകരിക്കുന്ന വേഗത്തിൽ. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടി. ശരി, നിങ്ങൾ നോക്കൂ, എവിടെയെങ്കിലും മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് ചാടി തുള്ളുവല്ലേ കുറെ ആളുകൾ? രാജൻ കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഇവിടെ നാടകമൊരുക്കിയ സാമൂഹിക നായകന്മാർ ഇപ്പൊ എവിടെ? എവിടെ DYFI? എവിടെ മുരുകൻ കാട്ടാക്കട? എവിടെ കവിത? മനുഷ്യനാകണം എന്ന കവിത എഴുതിയവന്മാരെവിടെ? എവിടെ സാംസ്കാരിക സിംഹങ്ങൾ? പത്രപ്രവർത്തക മാധ്യമ ശൃംഖലകളിൽ വിഹരിച്ചതിന് ശേഷം പൂക്കാസയുടെ പണിയെടുക്കുന്നവന്മാരൊക്കെ ഇപ്പൊ എവിടെ? ഇപ്പൊ അവർക്ക് കവിതയൊന്നും വരുന്നില്ലേ? ഇപ്പൊ അവർക്ക് നാടകങ്ങളില്ലേ? തെരുവ് നാടകങ്ങളില്ലേ? കോൺഗ്രസ് ആയിരുന്നെങ്കിൽ കയറിയിരുന്നെങ്കിൽ പൊളിക്കാമായിരുന്നല്ലേ? CPMന്റെ കാലത്ത് നടക്കുന്ന അട്രോസിറ്റിക്കെതിരായി ഒരു നാടകം എഴുതുന്നില്ലല്ലോ ആരും. ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളുടെ സുജിത്തിനെ അടിച്ച് ഇല്ലായ്മ ചെയ്ത് 15C അബ്കാരി പ്രകാരം ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി, ഇല്ലാത്ത കസ്റ്റഡി മെമ്മോ ഉണ്ടാക്കി വെച്ച്, ഇല്ലാത്ത ഇൻസ്പെക്ഷൻ മെമ്മോ ഉണ്ടാക്കി വെച്ച്, ഇല്ലാത്ത JD എൻട്രി ഉണ്ടാക്കി വെച്ച് ആ സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെതിരെ കള്ളക്കേസ് എടുത്ത കള്ളക്കേസ് ഇന്നും ലൈവാണ്, പുറത്തുവിട്ടിട്ടില്ല. സുപ്രീം കോടതി 18 ഇവിടെ മാമുക്കോയെ ഇരിക്കുന്നുണ്ട്. മാമുക്കോയിലേക്കും ജയകൃഷ്ണനിലേക്കും എനിക്ക് ഓരോ ചോദ്യങ്ങളുണ്ട്. ഞാൻ വരാം. അതിന്റെ മുൻപ് ഈ ഷഫീർ പറഞ്ഞു വെച്ചതിൽ ഒരു പോയിന്റിൽ പൊളിറ്റിക്കൽ മറുപടി, അതായത് നമ്മൾ പോലീസിന്റെ അകത്തെ സിസ്റ്റത്തിനകത്തെ ഏത് ഭരണകാലത്തെയുമുള്ള പൊതു പ്രവണതയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു ശ്രീ ജയചന്ദ്രൻ. പക്ഷേ ഇപ്പൊ ഈ ഭരിക്കുന്ന ആൾക്കാർ ആരാണ്, അവർ എന്താണ് രാഷ്ട്രീയമായി ചെയ്യുന്നത് എന്നുള്ളത് ഷഫീർ ചൂണ്ടിക്കാട്ടി. അതിനൊരു മറുപടി ഞാൻ താങ്കൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. കാര്യം ഇതാണ്, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് സജീവ് എന്ന് പറയുന്ന കണ്ണനല്ലൂർ ലോക്കൽ സെക്രട്ടറി കൊല്ലത്തെ അദ്ദേഹത്തിനുണ്ടായ അനുഭവം മാധ്യമങ്ങളോട് സംസാരിച്ചത്. കുറച്ച് മാധ്യമങ്ങൾക്ക് അദ്ദേഹം ബൈറ്റ് കൊടുത്തു, പ്രതികരിച്ചു. അത് കഴിഞ്ഞൊരു മാധ്യമത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് പാർട്ടിയുടെ ഓർഡർ എത്തുകയാണ്. പാർട്ടിയുടെ തീരുമാനമാണ് സഖാവെ, ഇനി മിണ്ടരുത് എന്ന് പറഞ്ഞ് ആ ക്യാമറ പൊത്തിപ്പിടിക്കുന്നു, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്നു.
ആ പാർട്ടിയുടെ തീരുമാനം എന്ന് വെച്ചാൽ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ സ്വന്തം പാർട്ടിക്കാരന്റെ അനുഭവം പോലും നാടറിയരുത് എന്നതാണ് പാർട്ടിയുടെ തീരുമാനം.